എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് കവിത. കവിത പ്ലസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടുന്നില്ലായിരുന്നു. തൊണ്ടയ്ക്കൊരു പ്രശ്നം. ഫ്രിഡ്ജിലിരുന്ന കരിമ്പെടുത്ത് കഴിച്ചതാണ്. അപ്പം തൊണ്ട പണിമുടക്കി. സൗണ്ട് വരുന്നതേ ഉള്ളൂ. കുഴപ്പമില്ല, പനിയൊന്നുമില്ല. അത് ചൂടുവെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ ശരിയായി വന്നു. കുഴപ്പമില്ല. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. ഇന്ന് ഞാൻ എൻ്റെ സെക്കൻഡ് അഡ്മിഷൻ്റെ കാര്യങ്ങൾ പറയാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നു ആദ്യത്തെ അഡ്മിഷനിൽ എൻ്റെ അസുഖം മാറിയില്ല. 1.5% MRD കിടക്കുകയാണ്. കഴിഞ്ഞ അഡ്മിഷനിൽ ഗുളിക രൂപത്തിലായിരുന്നതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും വന്നില്ല. ഞാൻ വേറൊരു അവസ്ഥയിലായിരുന്നെങ്കിലും വലിയ പ്രശ്നങ്ങൾ, കീമോയുടെ സൈഡ് എഫക്റ്റുകളായിട്ടൊന്നും വലുതായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും വന്നില്ല. ചെറിയ കീമോ ടാബ്ലറ്റ് അല്ലേ. അപ്പോൾ ആ ഒരു രീതിയായിരിക്കും. അപ്പോൾ ആ ഗുളിക കഴിച്ചപ്പോൾ ഇത്രയും കുറഞ്ഞല്ലോ, അപ്പോൾ ഇനി എനിക്ക് അത് തന്നെയായിരിക്കും തരുന്നേ എന്നുള്ള ഒരു രീതിയിലാണ് ഞങ്ങളന്ന് ആശുപത്രിയിൽ പോയത്. അപ്പോൾ ആദ്യത്തെ അഡ്മിഷൻ ഡിസ്ചാർജ് ആയി വീട്ടിലല്ല വന്നത്, നാത്തൂന് ചേച്ചിയുടെ വീട്ടിൽ ആണ് പോയത്. കാരണം ഇൻഫെക്ഷൻ വരാതിരിക്കാനും വീട്ടിലാരുമില്ലാത്തതുകൊണ്ട് വീട് ക്ലീൻ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നെ ഗസ്റ്റിനെ ഒന്നും അനുവദിച്ചിട്ടില്ല, ആൾക്കാരെ കാണാൻ അങ്ങനെയൊന്നും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ് അന്ന് ചേച്ചിയുടെ വീട്ടിലാണ് 7 ദിവസം നിന്നത്. അങ്ങനെ 7 ദിവസം കഴിഞ്ഞിട്ട് ഈ ഗുളിക തന്നെയായിരിക്കും പുതിയ അഡ്മിഷനിലും തരുന്നതെന്നുള്ള ആ ഒരു സന്തോഷത്തിൽ വളരെ സമാധാനത്തോടെയാണ് ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുന്നത്. ഡോക്ടറിനെ കാണാൻ കയറി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, 1% അസുഖവും 90% അസുഖവും ഒരേ എഫക്റ്റാണ്. കാരണം മറ്റ് ഓർഗൻസിൽ വന്നു കഴിഞ്ഞാൽ ക്യാൻസർ സെല്ലുകൾ വളരെ സ്ലോയിലേ വളരത്തുള്ളൂ. ബ്ലഡ് ക്യാൻസറിൽ പെട്ടെന്നാണ് സെല്ലുകൾ വളരുന്നത്. 2 ആഴ്ച കൊണ്ടൊക്കെ തന്നെ അത് പെട്ടെന്ന് ഇൻക്രീസ് ആകും. അപ്പം 1%, 90% ഒരുപോലെയാണ്. അതുകൊണ്ട് നമുക്കിന്ന് തന്നെ ശക്തിയായ കീമോ സ്റ്റാർട്ട് ചെയ്യണം. 7 ദിവസം കണ്ടിന്യൂസ് കീമോയാണ്. ഞാനൊന്ന് പതറിയെങ്കിലും ശരി, എന്തായാലും ധൈര്യമായിട്ട് അതിനെ നേരിടണം. ഞാൻ എൻ്റെ മനസ്സിനോടും ശരീരത്തിനോടും ഒക്കെ പറഞ്ഞു, നിങ്ങൾ മരുന്ന് കയറുമ്പം പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്, എല്ലാം സാക്രിഫൈസ് ചെയ്യണം, നമുക്ക് ധൈര്യമായിട്ടിരിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ എന്നെ അവിടുന്ന് പൾമോ ഡോക്ടറിൻ്റെ അടുത്തേക്ക് വിട്ടു. കാരണം നമുക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ലങ്സ് ഓക്കെ ആണോ, അങ്ങനെ എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞിട്ടാണ് നമുക്ക് കീമോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അന്ന് ടെസ്റ്റുകളെല്ലാം ചെയ്ത് കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ വൈകിട്ട് തന്നെ മരുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അഡ്മിഷനായി. അപ്പോൾ അന്ന് വൈകിട്ട് തന്നെ മരുന്ന് സ്റ്റാർട്ട് ചെയ്തു. കാരണം ഇമ്മീഡിയറ്റ് മരുന്ന് കയറണം, അതാണ്. അപ്പം അത് 7 ദിവസം കണ്ടിന്യൂസ് മരുന്നാണ്. ശക്തമായ കീമോയാണ്. കണ്ടിന്യൂസ് തന്നുകൊണ്ടിരിക്കും. നമുക്ക് ബാത്റൂമിൽ പോകാൻ, ബ്രഷ് ചെയ്യാൻ, കുളിക്കാൻ, ഫുഡ് കഴിക്കാൻ ആ സമയത്ത് ഊരിത്തരും. അത് കഴിഞ്ഞാൽ ഉടനെ അവർ കണക്ട് ചെയ്യും. അങ്ങനെയാണ്. മുടി പൊഴിയും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എനിക്കതൊരു വലിയ ഫീലിംഗ് ആയിരുന്നില്ല. കാരണം എനിക്ക് മുടി ഭയങ്കര ഭാരമായിരുന്നു. നല്ല തിക്കുള്ള മുടിയായിരുന്നു. ഇത് ജട കെട്ടുക, ഭയങ്കരമായിട്ട് പൊഴിയുക, തലയ്ക്ക് തന്നെ ഒരു വല്ലാത്ത ഭാരമായിരുന്നു. ഞാൻ ചേട്ടനോടൊക്കെ പറഞ്ഞിരുന്നു, എൻ്റെ ഒന്ന് മുടി വെട്ടിത്താ, പകുതിയെങ്കിലും വെട്ടിത്താ. അവരാരും ചെയ്തു തന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്.
നമ്മൾ നേഴ്സുമാരാണ് വന്നിട്ട് നമുക്ക് മുടിയൊക്കെ കോതിത്തരും. നമ്മുടെ അവസ്ഥ കാണുമ്പോൾ അവർ അമ്മയെന്ന് വിളിച്ചിട്ട് അവർ നമുക്ക് മുടിയൊക്കെ കോതിത്തരും. പലരും അവർക്ക് ജോലി ഇല്ലാതെ എന്തെങ്കിലും വരുന്ന സമയത്ത് നമ്മളിങ്ങനെ ബുദ്ധിമുട്ടുന്നത് കണ്ടാൽ അവർ നമുക്കിടയ്ക്ക് മുടിയൊക്കെ കോതിത്തരും. ഒത്തിരി സഹായങ്ങൾ ചെയ്തു തരുമായിരുന്നു. അങ്ങനെ വൈകിട്ട് മരുന്ന് തുടങ്ങി. അപ്പം ഞാൻ വളരെ ധൈര്യത്തിലാണ്. എൻ്റെ ഓർമ്മകൾക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ പഴയ ആളായില്ലെങ്കിലും മരുന്ന് 7 ദിവസം കയറണം. അതൊരു വലിയൊരു ദൃഢതയായിരുന്നു. അങ്ങനെ കയറണം എന്നുള്ളത് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. കാരണം പലർക്കും അത് 7 ദിവസം കറക്റ്റായിട്ട് കയറുന്നില്ല. പകുതി വരുമ്പം പനി വരിക, മരുന്ന് മുടങ്ങുക, അങ്ങനെയൊക്കെ ഒത്തിരി വരുന്നുണ്ട്. അപ്പം ഞാൻ 5 മണി വൈകിട്ട് മരുന്ന് തുടങ്ങി. പക്ഷെങ്കിൽ ഞാനത് മരുന്ന് കയറിയിട്ട് ഞാൻ നോക്കിയിട്ട് ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. മരുന്ന് കയറുന്നതിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് എഫക്റ്റ് ഒന്നും പെട്ടെന്നില്ല. അപ്പം എനിക്ക് ഇച്ചിരി കൂടെ ധൈര്യമായി. ഇത് മറ്റേ നമുക്ക് സാധാ മരുന്നുകൾ തരുന്നത് പോലെയുള്ളെന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. ഞാൻ സാധാരണ പോലെ വൈകിട്ട് വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് മുടക്കിയില്ല. അത് ചൊല്ലി, അല്ലാതെ നാമം ചൊല്ലി, എന്നിട്ട് സാധാരണ പോലെ ബെഡിൽ കിടന്ന് ആ രാത്രിയിൽ യാത്രയൊക്കെ ആയിരുന്നല്ലോ, ക്ഷീണമായതുകൊണ്ട് രാത്രിയിൽ നല്ലതായിട്ട് ഉറങ്ങി. മരുന്ന് കയറുന്നൊന്നും അറിഞ്ഞില്ല. നേഴ്സുമാർ വന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അത് ഈ കീമോ മരുന്ന് തരുന്നത് പ്രത്യേക ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഇതാണ്. അപ്പം അത് ഇങ്ങനെ ഓരോ ദിവസം ഒരു ബോട്ടിൽ തീരും, അടുത്ത ദിവസം അങ്ങനെ ഓരോ ബോട്ടിലായിട്ട് നമുക്ക് കണ്ടിന്യൂസ് തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ പല മരുന്നുകളും മിക്സ് ചെയ്താണ്. അപ്പോൾ അത് മിഷ്യൻ വെച്ചിട്ടാണ് നമുക്ക് മരുന്ന് തരുന്നത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി, മരുന്ന് കയറുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഞാനപ്പോൾ തൃശ്ശൂർ ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രം എന്നും പറഞ്ഞിട്ട് പാർലേക്കാട് വടക്കാഞ്ചേരിയിൽ എല്ലാ വർഷവും ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് നടക്കുന്നത്. ആ സമയവും ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഡിസംബർ 22-നായിരുന്നു 2023 തത്വസമീക്ഷാ സത്രം തുടങ്ങിയത്. ഞാനത് മുടങ്ങാതെ കേൾക്കും. 10 ദിവസമാണ്. സംപൂജ്യ സ്വാമിജി ഭൂമാനന്ദ തീർത്ഥജി മഹാരാജിൻ്റെ മുഖ്യ ഇതിലാണ് ആ 10 ദിവസത്തെ കാര്യങ്ങൾ നടക്കുന്നത്. അതിൽ പ്രഗത്ഭരായ പല ആചാര്യന്മാരും തത്വപ്രവചനങ്ങൾ നടത്തും. ശ്രീമദ് ഭാഗവതത്തിലെ കഥകൾ, തത്വമൂല്യ സിദ്ധാന്തങ്ങൾ ഉൾക്കൊള്ളിച്ച് നമുക്ക് മനസ്സിലാകുന്ന വിധത്തിൽ വളരെ ലളിതമായിട്ട് 1.5 മണിക്കൂർ വീതം രാവിലെ 9 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെ ഉണ്ട് തത്വപ്രവചനങ്ങൾ. അപ്പോൾ അതിൻ്റെ ഇടയിൽ സംപൂജ്യ സ്വാമിജിയുടെ പ്രഭാഷണങ്ങളും തത്വങ്ങൾ ഉൾക്കൊള്ളിച്ച് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തരിക, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. 6 മണിക്ക് നാമസങ്കീർത്തന പരിക്രമം. അത് വളരെ വിശേഷമാണ്. നിഗമാനന്ദ സ്വാമിജിയുടെ നേതൃത്വത്തിലാണ് ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നുള്ളത് സ്വാമിജിയുടെ നാദവും കൂടാകുമ്പം നമ്മൾ പ്രത്യേക ഒരു അനുഭവമാണ്. അപ്പോൾ എനിക്ക് രാവിലെ മുതൽ ഞാനിങ്ങനെ ഓരോ പ്രവചനങ്ങളിങ്ങനെ കേൾക്കും. മരുന്ന് കയറുന്നതോ മറ്റു കാര്യങ്ങളോ ഒന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മരുന്ന് കയറണം, ശരീരം അതിന് അനുകൂലിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ മനസ്സിന് ധൈര്യം കൊടുത്തു.
ശരീരത്തിനോടും പറഞ്ഞു. ഞാൻ പക്ഷേ ഭഗവാന്റെ ലോകത്ത് അങ്ങനെ ആ ഭഗവാന്റെ കഥകളിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ആ നാമസങ്കീർത്തനവും പിന്നെ അതിന് ശേഷം കുട്ടികളുടെയും മുതിർന്നവരുടെയും തിരുവാതിരകളി, നൃത്യങ്ങൾ, കച്ചേരി, പാട്ട്, അങ്ങനെ പല പരിപാടികൾ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് 7 ദിവസം ഞാൻ കഴിഞ്ഞു പോയത് അറിഞ്ഞേയില്ല. ഒരു പ്രശ്നങ്ങളും വന്നില്ല. പനിയില്ല, പനിയുണ്ടായില്ല. ഒരു പ്രശ്നങ്ങളുമില്ലാതെ ആ ഒരു 7 ദിവസം കടന്നു പോയത് ഞാൻ അറിഞ്ഞേയില്ല. അതെനിക്കിപ്പോഴും വളരെ അത്ഭുതകരമായിട്ട് തോന്നുന്നുണ്ട്. രാവിലെയും വൈകിട്ടും വിഷ്ണു സഹസ്രനാമം ചൊല്ലും. പകല് മുഴുവന് ഈ തത്വസമീക്ഷ സത്രത്തിൽ നടക്കുന്ന തത്വപ്രവചനങ്ങൾ കേൾക്കും. അങ്ങനെ എൻ്റെ ആ 7 ദിവസം ആ മരുന്നിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ നമുക്കുണ്ടാകും. പല്ലൊരു വലിയ പ്രശ്നമായിരുന്നല്ലോ. 2ാമത്തെ അഡ്മിഷനിലും പല്ലൊരു വലിയ പ്രശ്നം തന്നെയായിരുന്നു. ആഹാരമൊക്കെ ലിക്വിഡായിട്ട് കഴിക്കുന്നു, അതിനെ ശ്രദ്ധിക്കുന്നില്ല, അതിനെ ഒരു ഭാഗത്തിടുന്നു. അതിനെ പല്ലിൻ്റെ പ്രശ്നം അങ്ങനെ ഇരിക്കട്ടെ, അതിനെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷേ ഈ ദന്തിസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട് പല്ല്. അവിടെ ഒരു എല്ല് പോലൊരു സാധനം ഇരിപ്പുണ്ട്, അതെന്താണെന്നറിയത്തില്ല, അതിങ്ങനെ അനങ്ങുന്നുമുണ്ട്. അതൊരു വലിയ പ്രശ്നമായിരുന്നു. എൻ്റെ അഡ്മിഷനിലെല്ലാം വലിയ പ്രശ്നമായിരുന്നു ഈ പല്ല്. പക്ഷെങ്കിൽ ലാസ്റ്റ് അഡ്മിഷൻ ജൂണിൽ ലാസ്റ്റ് അഡ്മിഷൻ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തുമ്പം ഈ എല്ല് പോലത്തെ ആ സാധനം അടന്ന് എനിക്ക് കയ്യിൽ കിട്ടി. അതോടെ ആ പ്രശ്നം തീർന്നു. ഈ ഗ്യാപ്പ്, ആ പല്ലിൻ്റെ ഗ്യാപ്പ്, അവിടെ ഒന്നും ഫിക്സ്, നമ്മൾ ആ ആശുപത്രിയിലായതുകൊണ്ട് അവിടെ ഒന്നും ഫിക്സ് ചെയ്യാനോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ആ ഒരു ക്യാൻസർ അഡ്മിഷൻ്റെ ആ ക്യാൻസർ അനുഭവത്തിൻ്റെ ഒരു ഓർമ്മയാണ് ഈ പല്ലിൻ്റെ ഗ്യാപ്പ്. അങ്ങനെ തത്വസമീക്ഷ സത്രത്തിലെ പ്രവചനങ്ങളും സ്വാമിജിയുടെ നാമസങ്കീർത്തനങ്ങളും എൻ്റെ വിഷ്ണു സഹസ്രനാമവും കൂടി എൻ്റെ ആദ്യത്തെ 7 ദിവസം, 2ാം അഡ്മിഷനിലെ ആദ്യത്തെ 7 ദിവസം കണ്ടിന്യൂസ് ആയിരുന്നല്ലോ കീമോ ഗുളിക. അത് ഞാൻ ഒരു പ്രശ്നവുമില്ലാതെ മരുന്ന് കയറി. പിന്നെ മരുന്നിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. വാ പൊട്ടുക, ക്രിമാഫിൽ കഴിക്കുന്നതുകൊണ്ട് നമുക്ക് മലബന്ധമില്ല, ഇല്ലെങ്കിൽ മലബന്ധം ഉണ്ടാകും. പിന്നെ അസിഡിറ്റി, ഛർദിൽ, ഇത് ഭയങ്കരമാണ് ഈ കീമോ മരുന്നിന്. അപ്പോൾ 3 നേരം നമുക്ക് പാൻഡോപ്പ് തരും, എംസെറ്റ് ഇഞ്ചക്ഷനും തരും. അപ്പോൾ എല്ലാം ഈ പിക്ക് ലൈനിലൂടെയാണ് തരുന്നത്. അപ്പോൾ പെട്ടെന്ന് സഡൻ എഫക്റ്റാണ് ആ മരുന്ന്. പെട്ടെന്ന് നമുക്ക് അതിൻ്റെ മണം മൂക്കി വരും, ഭയങ്കര സ്മെല്ലാണ്, ഛർദ്ദിക്കാൻ വരും, ഇങ്ങനെ പിടിക്കും മരുന്ന് മൂക്കിലോട്ട്. മണം മൂക്കിലോട്ട് വരാതിരിക്കാനായിട്ട് ഇങ്ങനെ തൊണ്ട ഇങ്ങനെ അമർത്തി പിടിക്കും. അതിങ്ങനെ ഓരോ അഡ്മിഷൻ കഴിഞ്ഞിട്ട് പോകുന്നവർ കണ്ടുപിടിക്കുന്ന ഓരോ ട്രിക്കുകളാണ്. അത് എല്ലാവർക്കും ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. എല്ലാവർക്കും സെയിം അനുഭവങ്ങളായിരിക്കുമല്ലോ. അങ്ങനെ എൻ്റെ ആ 2ാമത്തെ അഡ്മിഷനിൽ യാതൊരു തടസ്സവും കൂടാതെ എൻ്റെ മരുന്ന് 7 ദിവസം കൊണ്ട് പൂർത്തിയായി. നമസ്കാരം.